ഡോക്ടർ അമൃത. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ഡോക്ടർ റോഷിദാസ് മൻസൽ ക്ലിനിക്കിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സാദര നമസ്കാരം. 2014 ജൂൺ 21 മുതൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു വരികയാണ്. മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഭാരതത്തിന്റെ അമൂല്യ സംഭാവനയാണ് അഷ്ടാംഗ യോഗം. ജൂൺ 21 വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റിൽ എത്തുന്ന ഇന്ന് ഏറ്റവും ദീർഘമുള്ള ദിവസമാണ്. നാളെ മുതൽ സൂര്യൻ തെക്കു ഭാഗത്തോട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. ആദ്യം യോഗ എന്താണെന്നറിയാം. യോഗ എന്ന വാക്ക് യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്ന് ഉണ്ടായതാണ്. യുജ് എന്നാൽ യോജിക്കുക, കൂടിച്ചേരുക, ടു ജോയിൻ എന്നാണ് അർത്ഥം. ശരീരവും മനസ്സും തമ്മിൽ, പ്രകൃതിയും പുരുഷനും തമ്മിൽ, അല്ലെങ്കിൽ ജീവനും ഈശ്വരനും തമ്മിൽ കൂടിച്ചേരുക. ആസ് ദ മൈൻഡ് സോ ദ മാൻ എന്നല്ലേ. നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ അഭേദ്യമായ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ശരീരത്തിനെ ബാധിക്കുന്ന വ്യാധി അഥവാ രോഗം മനസ്സിനെ ബാധിക്കുന്നു. അതുപോലെ മനസ്സിനുണ്ടാകുന്ന ആദി ശരീരത്തിൽ രോഗത്തിനും കാരണമാകുന്നു. അതുകൊണ്ട് ശരീരവും മനസ്സും രണ്ടും ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് സുഖവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ. വേദകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പതഞ്ജലി മഹർഷിയാണ് അഷ്ടാംഗ യോഗത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് നമുക്കറിയാം. മനുഷ്യനെ ഈശ്വരനുമായി യോജിപ്പിക്കുന്ന 8 പടികൾ അഥവാ സ്റ്റെപ്സ് അടങ്ങിയതാണ് അഷ്ടാംഗ യോഗം. അത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി എന്നിവയാണ് ആ 8 പടികൾ. സമാധി എന്നാൽ പരമാനന്ദം അഥവാ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് രോഗങ്ങളും ദുഃഖങ്ങളും ഒന്നുമില്ലാത്ത അണമുറിയാത്ത സന്തോഷമാണ്. ശരീരത്തിൻ്റെ മനസ്സിൻ്റെയും ആരോഗ്യത്തിലൂടെ അത് നേടിയെടുക്കാൻ സാധിക്കും. 8 പടികളുള്ള യോഗശാസ്ത്രത്തിൽ 3ാമത്തെയും 4ാമത്തെയും ആസനവും പ്രാണായാമവുമാണ് നമ്മൾ യോഗയായി ചെയ്തു വരുന്നത്.